ടി.ജി. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. കാലങ്ങളായി കേരളത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനാണ് മോദി മറുപടി പറഞ്ഞത്. എന്തുകൊണ്ട് തൻ്റെ 10 വർഷക്കാലത്തിടയ്ക്ക് ഒരു പത്രസമ്മേളനം പോലും അഭിമുഖീകരിച്ചില്ല? മോദി പറയുന്നത് മാധ്യമങ്ങൾ നിഷ്പക്ഷരല്ല, ന്യൂട്രലല്ല, അവർക്ക് അവരുടെ അജണ്ടയുണ്ട്. എനിക്ക് പറയാനുള്ളത് ജനങ്ങളോടാണ്, ഞാൻ പാർലമെൻറ്റിൽ പറയുന്നുണ്ട്. ഇതാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എടുക്കേണ്ടുന്ന സമീപനം. അതെ, ഇത് തന്നെയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി. മറ്റ് രാജ്യങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എടുക്കേണ്ട സമീപനം ഇത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഉണ്ട് എന്നുള്ളത് പച്ചയ്ക്ക് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ടുള്ളൂ. മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം വേണമെന്നും അതിൽ തെറ്റില്ലെന്നും മാധ്യമ നേതാക്കന്മാർ തന്നെ വാദിച്ചു തുടങ്ങി. വേണ്ടേ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം? രാഷ്ട്രീയം ആവാം, പക്ഷെ നിങ്ങൾ നിഷ്പക്ഷരാണെന്ന് അഭിനയിക്കരുത്. അപ്പോൾ ഞാൻ CPM അനുകൂല മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കണം. PG സുരേഷ് കുമാർ സംസാരിക്കണം, ഞാൻ CPM അനുകൂല മാധ്യമപ്രവർത്തകനാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ CPM നിഷ്പക്ഷം എന്നൊരു പക്ഷമില്ലെന്നാണ് പറയുന്നത്. ആ നിഷ്പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷേ ഇല്ല, അത് തന്നെയാണ് പ്രധാനമന്ത്രിയും പറഞ്ഞത്. അപ്പോൾ പിന്നെ അതൊരു വെൽ സെറ്റിൽഡ് പ്രിൻസിപ്പിളാണ്. എവറി പാർട്ടി, എവറി ആങ്കർ, എവറി റിപ്പോർട്ടർ ഹാസ് ഗോട്ട് ഹിസ് ഓൺ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ മാത്രം അവൻ മുഴിപ്പിക്കുകയും അല്ലാത്തത് കണ്ടിൽ നിന്ന് നടിക്കുകയും ചെയ്യും. ഇതിന് പ്രധാനമന്ത്രി കൂട്ടുനിൽക്കണമെന്നില്ല. പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഡയറക്റ്റ് ജനങ്ങളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം. നിങ്ങളുടെ ഇടനില വേണ്ടെന്ന്. മാധ്യമങ്ങളുടെ ജോലി എന്താ? ജനങ്ങളെ വാർത്ത അറിയിക്കുക, ഇതല്ലേ? ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുക, ഇതല്ലേ? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല ചോദിക്കുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതിൽ ജനങ്ങളെ കൂട്ടരുത്. ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുക അല്ല, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇല്ലേ? വിനു വി ജോൺ 12 വയസ്സിൽ താഴെയുള്ള ഓർത്തഡോക്സ് സഭയുടെ കുട്ടികളുടെ യോഗത്തിൽ ആം ആദ്മി പാർട്ടിയെ വാഴ്ത്തി പാടിക്കൊണ്ട് സംസാരിക്കുന്നു. പുതിയൊരു പാർട്ടി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, ഇപ്പോഴല്ല, 2014 സംഭവമാണ്. ഓർത്തഡോക്സ് TV-യിൽ ഇതിൻ്റെ വീഡിയോ വന്നു. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്തു. ഞാനാകെ വിനു വി ജോണിനോട് ചോദിച്ചത്, ഇത് തന്നെ കുമ്മനം രാജശേഖരൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? 12 വയസ്സിൽ താഴെയുള്ളവരോട് രാഷ്ട്രീയം പറയുന്നത് മര്യാദയാണോ എന്നുള്ള ചോദ്യം വരില്ലേ? 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അവർ ആം ആദ്മി പാർട്ടിയെ കേട്ടിട്ടില്ല, ഇദ്ദേഹം കേൾപ്പിക്കുകയാണ്. എന്താണ് അവരുടെ ചിഹ്നം? ആർക്കും അറിയില്ല. ചൂല്. അതൊരു GK കൈമാറുന്നതല്ലേ? ജനറൽ നോളജ് അല്ല അത്. ഇറ്റ് വാസ് എ ക്യാമ്പയിൻ ഫോർ ആം ആദ്മി പാർട്ടി ഇൻ 2014. അത് കുഴപ്പമില്ല. ഈ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ 12 വയസ്സിൽ താഴെയുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ ഇന്ന പാർട്ടി ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ജനറൽ നോളജ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കേരളത്തിലോട്ട് ആം ആദ്മി പാർട്ടി ഉണ്ടായിട്ടുമില്ല. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അത് രാഷ്ട്രീയമാണ്. ആ വിനു വി ജോണിന് ജനങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് ചോദിക്കണം. അല്ല, ഞാൻ പറയട്ടെ, നികേഷ് കുമാർ CPM അല്ലേ? ആണ്. അദ്ദേഹം തുറന്ന് പറയുന്നതാണ്, CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു എന്ന് പറയരുത്, CPM-ന് വേണ്ടി ചോദിക്കുന്നു എന്ന് പറയുക. അത് പറ നിങ്ങൾ ധൈര്യമായിട്ട്. നിങ്ങൾ അവിടെ വന്നു കഴിയുമ്പോൾ ജനങ്ങളുടെ പുറകിൽ ഒളിക്കാൻ പോകുന്നത് എന്തിനാ? യു ഹാവ് എ പൊളിറ്റിക്സ്, ഇല്ലേ? ആ പൊളിറ്റിക്സ് ധൈര്യമായിട്ട് പറ. ഐ റെപ്രസെൻറ്റ് ദാറ്റ് പൊളിറ്റിക്സ്, നോ പ്രോബ്ലം. അല്ല, ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് വെച്ച് രാഷ്ട്രീയക്കാരനായ പ്രധാനമന്ത്രിയോട് രാഷ്ട്രീയം ചോദിച്ചുകൂടാന്നുണ്ടോ? ഇല്ല, രാഷ്ട്രീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കണം. ജനങ്ങളുടെ ചോദ്യം എന്ന് പറയരുത്. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങളെങ്ങനെ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആകുന്നത്? അഭിലാഷ് മോഹനൻ DYFIയുടെ സകല സമ്മേളനത്തിലും ഓടി നടന്ന് പ്രസംഗിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ചർച്ച നയിക്കലും പെരുമാറ്റവും ഒക്കെ കണ്ടാൽ അറിയാം ഒരു ഒന്നാന്തരം CPM-കാരനാണ്. എനിക്ക് വലിയ സ്നേഹമാണ്, മതിപ്പാണ്. ബട്ട് ഞാൻ CPM ആണെന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കണം. ജനങ്ങളുടെ പിന്നിൽ ഒളിക്കരുത്. നിങ്ങൾക്ക് അതിനുള്ള അവകാശം ഇല്ല. യു ഡോണ്ട് റെപ്രസെൻറ്റ് ദ ഹോൾ സൊസൈറ്റി. യു ആർ റെപ്രസെൻറ്റിങ് എ പാർട്ടി, നോ പ്രോബ്ലം, ഐ റെസ്പെക്ട് യു. എനിക്കിഷ്ടമാണ് അഭിലാഷിൻ്റെ ചർച്ചകൾ. പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടല്ല TG വരുന്നത്, ചാനലിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്?
ആ രാഷ്ട്രീയം ഏതാ? അഭിലാഷ് മോഹൻ്റെ CPM രാഷ്ട്രീയമാണ്. നികേഷ് കുമാർ, ഞാനതുകൊണ്ടാണ് നികേഷ് കുമാറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഒരൊറ്റ മനുഷ്യൻ ഞാൻ പച്ച രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളത് നികേഷ് കുമാറിനാണ്. ബാക്കിയുള്ളവരെല്ലാം ജനങ്ങൾ എന്ന് പറഞ്ഞ് ഒളിച്ചു കളയും. എന്തിനാണ് നിങ്ങൾ ജനങ്ങളുടെ പിന്നിൽ ഒളിക്കുന്നത്? നിങ്ങൾ രാഷ്ട്രീയക്കാരായ സ്ഥിതിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പ്രധാനമന്ത്രിക്ക് ബാധ്യതയില്ല. അദ്ദേഹം നേരിട്ട് ജനങ്ങളോട് സംസാരിക്കും. അതിൽ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ആരാന്ന് വെച്ചാൽ കേൾക്കാനുള്ളവർ കേൾക്കും, കേൾക്കേണ്ടാത്തവർ കേൾക്കണ്ട. പക്ഷെ അങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത്? അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവരുടെ അജണ്ടയ്ക്ക് നിന്ന് കൊടുത്തിട്ട് ലോഡഡ് ക്വസ്റ്റ്യന് ഉത്തരം പറയാൻ പ്രധാനമന്ത്രി പോകരുത്. തലയ്ക്ക് മൂളയുള്ളവരാരും തന്നെ ലോഡഡ് ക്വസ്റ്റ്യന് ഉത്തരം പറയില്ല. സുനിൽ ഒരു കവലച്ചട്ടമ്പിയല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ എന്താ അതിനർത്ഥം? അതൊരു ചോദ്യമല്ല, ഒരു പ്രസ്താവന. ഇതാണ് ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സുനിൽ ഒരു കവലച്ചട്ടമ്പിയാണ് എന്നുള്ള പ്രസ്താവന. അല്ലേ എന്ന് ചോദിച്ചിട്ടൊരു ചോദ്യചിഹ്നം കെട്ടിത്തൂക്കുക. ഇതൊക്കെ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ഈ ഫൂൾസ്, ദ കേരള മീഡിയ, ദേ തിങ്ക് ദേ ആർ വൈസ്. ഈ ടെക്നിക്കൊക്കെ വളരെ പണ്ട് സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുള്ള ടെക്നിക്സാണ് ഇതെല്ലാം. ഈ ലോഡഡ് ക്വസ്റ്റ്യൻ സംഗതിയൊക്കെ ഇവരിപ്പോൾ റീഇൻവെൻറ്റിങ് ദ വീൽ. കാരണം സത്യാനന്തരം, സത്യമൊക്കെ പണ്ടേ ഉള്ളവർ പറഞ്ഞു കഴിഞ്ഞു. അതിന് അനന്തരമാണ് ഇവർ സത്യം അറിയുന്നത് ഈ കക്ഷികൾ. എന്നിട്ട് ഈ നമ്പർ ഇറക്കുന്നു. പക്ഷേ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയൊക്കെ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. നടത്തിക്കോട്ടെ, അതുകൊണ്ട് മോദി നടത്തണോ? സൗകര്യമില്ല. രാഹുലിൻ്റെ സമ്മേളനങ്ങളിൽ രാഷ്ട്രീയ ചോദ്യങ്ങൾ മോദി പത്രക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻ്റർവ്യൂ ഒരു രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും കൊടുത്തിട്ടില്ല. 33 ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. 33 783 റാലികളിലൂടെ ജനങ്ങളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. നീ ഇതിക്കവിഞ്ഞ എന്ത് കുന്തം വേണമെന്നാണ്. എന്നാലും മാധ്യമങ്ങൾ നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരു ഇപ്പോൾ ഈ ചാനലിലെ പ്രോഗ്രാംസ് കാണുന്ന വ്യൂസ് എത്രയാണ്? പാത്തറ്റിക്കാണ്. ഈ ചാനലുകളൊക്കെ ഇങ്ങനെ കിടന്ന് ഓടുന്നു ഏഷ്യൻ പെയിൻസിൻ്റെ പരസ്യമൊക്കെ കൊണ്ട്. അതല്ലാതെ ഹൂ ഈസ് വാച്ചിങ് ദിസ് നോൺസെൻസ്? പക്ഷേ ഈ മാധ്യമ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അജണ്ട. ഒരു കാര്യം, സോഷ്യൽ മീഡിയ ഈസ് വെരി ക്ലിയർ. അവർ ഈ പറഞ്ഞ പോലെയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ചിലർ മോദി, ചിലർ പിണറായി വിജയൻ. സംഭവം ക്ലിയറാണ്. രാഹുൽ ഗാന്ധി. കാപട്യമില്ല അവിടെ. ഉള്ളത് പറയുന്നുണ്ട്. തെറിയാണെങ്കിൽ തെറി, തെറ്റാണെങ്കിൽ തെറ്റ്, അതവർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഈസ് മോർ ഓണസ്റ്റ്, മേ ബി ലെസ് സിവിലൈസ്ഡ്, ബട്ട് മോർ ഓണസ്റ്റ് ദാൻ മെയിൻ സ്ട്രീം മീഡിയ. പക്ഷേ ഇവർ പറയുന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ്, അതുകൊണ്ട് അതിനെ അവഗണിക്കാൻ പാടില്ല. ആ 4ാം തൂണ് പൊള്ളയായിട്ട് എത്രയോ കാലമായി. ഇപ്പോൾ അത് ഉത്തരത്തിൽ നിന്ന് താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്നൊരു കുഴലാണ്, അല്ലാതെ ഉത്തരം താങ്ങുന്ന തൂണല്ല. ഉത്തരം അതിനെ താങ്ങി പിടിച്ചിരിക്കുകയാണ് താഴെ ഒരു കുഴലിനെ. ഇങ്ങനെ ഉത്തരം വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം പൊടിഞ്ഞു പോകും. യു സി, ഈ പരസ്പര സഹായ, പരസ്പര അഭിനന്ദന സംഘങ്ങളായിട്ട് ഇവർ മാറിയില്ലേ? ഇയാളുടെ അവാർഡ് അയാൾക്ക്, അയാളുടെ അവാർഡ് ഇയാൾക്ക്. ഇവരുടെ അമേരിക്കയിൽ കുറേ അമ്മാച്ചന്മാരിപ്പുണ്ട്. അവർ ഇവരെ മൊത്തം പിടിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവർക്കും ആദരിക്കും. അബുദാബിയിൽ ഇവർക്ക് ആൾക്കാരുണ്ട്, ദുബായിലുണ്ട്, ഷാർജയിലുണ്ട്. എനിക്ക് തോന്നുന്നു സൗദി അറേബ്യ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് സൗദി അറേബ്യക്കാർ തലയ്ക്ക് വെളിവുള്ളവരാണ്. അവരിതുപോലത്തെ നാടകങ്ങളൊന്നും അവരുടെ നാട്ടിൽ സമ്മതിക്കാറില്ല. അവാർഡ് അതൊക്കെ അവിടെ കൊടുത്താൽ മതി. അതിന് എന്താ വേണ്ടത്? നിനക്ക് കാശ് വേണം, കുറച്ച് എന്തെങ്കിലും കാശ് കൊടുക്കണമെന്ന്. പണ്ട് ഈ ONV കുറുപ്പും വയലാർ രാമവർമ്മയും കൂടെ കൊല്ലത്ത് ആധ്യാത്മിക കവി സമ്മേളനം, അതോ ആത്മീയ കവി സമ്മേളനം, സംതിങ് അങ്ങനെ. അപ്പോൾ കൊല്ലത്ത് ഏറ്റവും വലിയ മുതലാളി തങ്ങളുഞ്ഞ് മുസ്ലിയാരാണ്. അപ്പോൾ മുസ്ലിയാരെ കണ്ട് കാശ് ചോദിക്കാനായിട്ട് ONVയും വയലാറും കൂടെ പോകുന്നു. അവിടെ ചെന്നപ്പോൾ മുസ്ലിയാർ ഇറയത്ത് തന്നെ ഇരിപ്പുണ്ട്, ഒരു കള്ളിമുണ്ടും ഒരു തോർത്തും തോളത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പോയിട്ട് കവിതയുടെ മാഹാത്മ്യം അത് ഇതൊക്കെ പറഞ്ഞു. മുസ്ലിയാരെ അകത്തേക്ക് കയറിയൊന്നുമില്ല. ഇവർ മുറ്റത്താണ് നിൽക്കുന്നത്, അകത്തേക്ക് കയറാനൊന്നും വിളിച്ചിട്ടില്ല. മുസ്ലിയാർ ഈ മടിയിൽ നിന്ന് ഒരു മുഷിഞ്ഞ 5 രൂപ നോട്ടെടുത്തിട്ട് ONVയുടെ കയ്യിൽ കൊടുത്തു. പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് വയലാർ രാമവർമ്മ പറഞ്ഞു, കണ്ടോടാ അണ്ടി മുതലായിട്ട് ആത്മീയം എന്ന് പറഞ്ഞ പ്രാഗി. കശുവണ്ടിയുടെ വലിയ വൻ ആളാണല്ലോ, TK എഞ്ചിനീയറിംഗ് കോളേജൊക്കെ. പക്ഷേ ആ മനുഷ്യനെ അറിയാം ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്.
ഇങ്ങനെ കവിയൊക്കെയാണ്, വലിയ കവികളാണ് രണ്ടും. ബട്ട് അജണ്ട ഇന്നതാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി തങ്ങൾ കുഞ്ഞു മുസ്ലിയാർക്കുണ്ട്. പിന്നെ അതൊക്കെ വന്നതല്ലേ, ഒരു മുഷിഞ്ഞ 5 രൂപ നോട്ട് ഇരിക്കട്ടെ. ഇതുപോലെ ഈ മുഷിഞ്ഞ 5 രൂപ നോട്ടിന് വേണ്ടി മുതലാളിമാരുടെയൊക്കെ കാല് പിടിച്ചും ഒക്കെയാണ് ഈ പല മാധ്യമപ്രവർത്തകരും ജീവിച്ചു പോകുന്നത്. പക്ഷെ മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് സൗകര്യങ്ങൾ നഷ്ടപ്പെട്ട കാലമാണ് മോദിയുടെ 10 വർഷക്കാലം. അതെ, മോദി എത്രയോ രാജ്യങ്ങളിൽ പോയി, ഒരൊറ്റ പത്രക്കാരനെ കൊണ്ടുപോയില്ല. അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ രാജ്യത്തെ ഒരു കീഴ്വഴക്കം. അതിൻ്റെ ഒരു ദേഷ്യം കൂടെ മോദിയോട് ഇവർക്കുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യേണ്ടല്ലേ? അല്ല, അതെന്താ? നാട്ടുകാരുടെ ചിലവിൽ ഇവർ രാജ്യം കാണണ്ട. മനസ്സിലായോ? ഇവരവിടെ പോയിട്ട് അവരുടെ കൂട്ടത്തിൽ കുടിക്കുന്നവരുണ്ടെങ്കിൽ മുന്തിയേനം, മദ്യം, അത് ഇതൊക്കെ വാജ്പേയി സർക്കാർ വരെ ഇത് ചെയ്തിരുന്നു. മോദി വന്നപ്പോൾ അത് അങ്ങോട്ട് നിർത്തി. ഒരു ദൂരദർശൻ, ഒരു AIR മതി. തീരുമാനിച്ചുറപ്പിച്ച് വന്നതാ അല്ലേ? തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവം അങ്ങനെയാണല്ലോ. മോദിക്ക് എന്താ ഇത്ര മാധ്യമങ്ങളോട് നീരസം? ഗുജറാത്ത് തുടങ്ങിയ നീരസം, ഗുജറാത്ത് മുതൽ തുടങ്ങിയ നീരസം. നല്ല പണി കൊടുത്തായിരുന്നു. ആ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കാനുണ്ടോ മാധ്യമങ്ങൾ? വാസ്തവത്തിൽ ഉർവശി ശാപം ഉപകാരമായിട്ട് മാറി. അറിയപ്പെടാതെ കിടന്ന മോദിയെ വില്ലനായിട്ടാണെങ്കിലും അറിയപ്പെടുത്തിയത് മാധ്യമങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അലീഖ് പദംസിയുടെ പാഠം പറഞ്ഞില്ലേ, ദർ ഇസ് നത്തിങ് കോൾഡ് നെഗറ്റീവ് പബ്ലിസിറ്റി, ഇറ്റ്സ് ഓൺലി പബ്ലിസിറ്റി. അതിനുശേഷം ഈ മാധ്യമങ്ങൾ ഈ പാഠം പഠിച്ചു. അതുകൊണ്ട് അവർ അമിത്ഷാ ആണെങ്കിലും യോഗിയാണെങ്കിലും ആരെയും അധികം വിമർശിച്ച് ഫീച്ചർ അത് ഇത് ചെയ്യാറില്ല. നരാധമൻ എന്ന് വിളിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. പറ്റിയത് പറ്റിയെന്ന് പറഞ്ഞിട്ട് മോദിയെ തന്നെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള ആരെയും അവർ ആക്രമിക്കില്ല. ഇപ്പോൾ കേരളത്തിൽ പക്ഷേ പിണറായി ഏതാണ്ട് ഇതേ ഒരു ലൈനിലാണ്. മാധ്യമങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. കടക്ക് അങ്ങേര് ഇവർ പുല്ലുപോലെ. അങ്ങനെ ആ നികേഷ് കുമാറിനോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ചരിത്രത്തിന് ഞാൻ ആത്മവിശ്വാസം നമ്മോട് കൊടുക്കുന്നു. പക്ഷേ അങ്ങനെ ചൊടിപ്പിക്കാൻ സാധിച്ചത് നികേഷിൻ്റെ വൈഭവമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ മോദിയും മുണ്ടുടുത്ത മോദിയും ഒരുപോലെയാണ്. ചില കാര്യങ്ങളിൽ അവർ ഒരുപോലെയാണ്, ചില റെസ്പോൺസ്. അത് പക്ഷേ അത് ഈ ധാരണയാണ് എന്നൊന്നും വിചാരിക്കേണ്ട കാര്യം. ഡൊണാൾഡ് ട്രംപ് ഏകദേശം ഇതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിലെ പുടിൻ ഏകദേശം ഇതേ ക്യാരക്ടറാണ്. ഇപ്പോൾ ജനങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മുണ്ടുടുത്ത ഡൊണാൾഡ് ട്രംപ് എന്നും വേണമെങ്കിൽ പിണറായി വിജയനെ വിളിക്കാം. ചില സമയത്ത് ചില കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങൾ കാണും. അപ്പോൾ ഏതായാലും അടുത്ത 5 വർഷവും ദിസ് വാസ് ബീങ് ഡൺ ബൈ എവരിബഡി. അത് ഇവർ മറന്നു പോകുന്നതുകൊണ്ടാണ്. ജയലളിത എഴുതി കൊടുത്ത ചോദ്യത്തിന് ഉത്തരം പറയുള്ളൂ. 6 അടി ദൂരത്തിലേ ഇരിക്കാവുള്ളൂ ജയലളിതയുടെ. അതിനടുത്തേക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ജയലളിത ചെയ്തുകൊണ്ട്. പക്ഷേ ജയലളിതയെ ഇവർക്ക് പേടിയായിരുന്നു. കാര്യം എന്താണെന്നറിയാമോ? AIDയും വിട്ട് തല്ലും. മോദി പേടിയില്ലേ? വലിയ ജേർണലിസ്റ്റായിരുന്നു നക്കീരൻ ഗോപാലൻ. നക്കീരൻ ഗോപാലിൻ്റെ കൈയും കാലം തല്ലി ഓടിച്ചു ജയലളിത ആളെ വിട്ടിട്ട്. ആരും ഒന്നും ചെയ്തില്ല. ബാൽ ഠാക്കറെ ബോംബെയിൽ ഒരു ശിവസേനക്കാരൻ, ഒരു പത്രക്കാരൻ്റെ മിഡ് ഡേയുടെ ലേഖകന് ചെകിട്ടത്തടിച്ചു. പകല് ഒരടിയേ അടിച്ചോളൂ. ഇവരെല്ലാവരും കൂടെ, നിഖിൽ ചക്രവർത്തി, BG വർഗീസ്, വലിയ കൊമ്പന്മാരെല്ലാം ബോംബെയിൽ വന്ന് ദാദറിൽ ശിവസേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെതിരെ സത്യാഗ്രഹമായിരുന്നു, പന്തലുമൊക്കെ ആയിട്ട്. ഠാക്കറെ അകത്തിരുന്ന് പറഞ്ഞു അവരോടൊരു കാര്യം, അവരുടെ സത്യാഗ്രഹം ഉച്ചയ്ക്ക് തീരുമല്ലോ, ഉച്ച കഴിഞ്ഞുള്ള ഫ്ലൈറ്റിൽ ഞാൻ അവർക്ക് മദ്രാസിന് ടിക്കറ്റ് എടുത്ത് കൊടുക്കാം. ഒന്ന് ജയലളിതയ്ക്കെതിരെയും ഇതുപോലെ പ്രകടനം നടത്താൻ പറയുക. കാരണം അവിടെ കയ്യും കാലും തല്ലി ഒടിച്ചിട്ടിരിക്കുക നക്കീരൻ ഗോപാലിനെ. ഒന്ന് പോകാൻ പറയാമെന്ന് പോയില്ല ആശാന്മാർ. കാരണം അവിടെ ചെന്ന് കീറി കിട്ടും. ശിവസേന ഈസ് മോർ സിവിലൈസ്ഡ് ദാൻ AIDMK. ആൻഡ് ജയലളിത വാസ് ടഫർ ദാൻ ബാൽ ഠാക്കറെ. പക്ഷേ ജയലളിത ഇവന്മാർക്ക് ധൈര്യമില്ലെന്ന്. ഇവർക്ക് ധൈര്യം ഞാൻ പറയട്ടെ, അമിത്ഷാ 2016 കേരളത്തിൽ വന്നപ്പോൾ സകലമാന മനുഷ്യർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. മാതൃഭൂമിയിൽ ഉണ്ണി ബാലകൃഷ്ണനായിരുന്നു വന്ന്. മനോരമ 2 പിള്ളേരെയാണ് വിട്ടത്. ജോണി ലൂക്കോസൊന്നും പോയില്ല, ഷാനിയും പോയില്ല. എല്ലാവർക്കും ജനൻ TV-യിൽ ഇൻ്റർവ്യൂ ചെയ്തത് ഞാനാണ് അമിത്ഷായെ. ഹി ഗേവ് ഇൻ്റർവ്യൂ ടു എവരിബഡി. ഇവർക്കിത് ചോദിക്കാമല്ലോ, ഫാസിസം, മറ്റത്, മണ്ണാങ്കട്ട മറിച്ചത്, ജനാധിപത്യം തകർത്ത്, ഒന്നും ചോദിച്ചില്ല. അതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക്. TG കേട്ടില്ല. മോദിയെ പേടിയാണോ മാധ്യമങ്ങൾക്ക്? ഉണ്ട്.
എന്താ? കാരണം അങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കും, സത്യസന്ധനാണ്. ഇവർക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റില്ല മാധ്യമങ്ങൾക്ക്. കാരണം ഉള്ളിൽ ഒരു ചുക്കുമില്ല. ഇപ്പോൾ റീസെൻ്റ്ലി മോദിയെ ഇൻ്റർവ്യൂ ചെയ്ത ആളാണല്ലോ സിന്ധു സൂര്യകുമാർ. ഷീ കുഡ് ഹാവ് ആസ്ക്ഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. ശരിയാണ്. മാധ്യമങ്ങളെ കാണുന്നില്ല, നിങ്ങൾ മാധ്യമങ്ങളെ കാണാത്തത് എന്തുകൊണ്ട് എന്ന് സിന്ധു സൂര്യകുമാറിന് ചോദിക്കാമല്ലോ. ചോദിച്ചില്ലല്ലോ. യു ഹാഡ് എവറി ചാൻസ് വിത്ത് മോദി ആൻഡ് അമിത് ഷാ. ബട്ട് യു ഡിഡ്ന്റ് ആസ്ക് എനിത്തിങ്. അവിടെ ചോദിച്ചാൽ കവർ സ്റ്റോറി പറയാൻ പറ്റില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, അടുത്ത 5 വർഷക്കാലവും പത്രക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇതൊക്കെ തന്നെയായിരിക്കും. ഒരുപക്ഷെ ഇതിലും ഗതികേടായിരിക്കും. അനുഭവിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.